അങ്ങനെ ICC ടെസ്റ്റ് ട്രോഫി സൗത്ത് ആഫ്രിക്കയിൽ എത്തിയിരിക്കുന്നു. ടെംബ ബൗമ എന്ന ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അവർക്ക് ജയിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. ഏഡൻ മാക്രം തൻ്റെ കരിയർ ബെസ്റ്റ് പ്രകടനം പുറത്തെടുത്തപ്പോൾ ഓസീസ് ബോളേഴ്സ് രണ്ടാം ഇന്നിംഗ്സിൽ തല്ലുകൊണ്ട് വലഞ്ഞു. 2 വിക്കറ്റ് നഷ്ടത്തിൽ ബാറ്റിംഗ് തുടങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് ബൗമയെയും സ്റ്റബ്സിനെയും നഷ്ടമായതോടെ 4-ന് 241 എന്ന നിലയിൽ ഒന്ന് പകച്ചെങ്കിലും മാക്രത്തെ പുറത്താക്കാൻ കഴിയായിരുന്നത് തിരിച്ചടിയായി. ബെഡിംഗ്ഹാവും മികച്ച പിന്തുണ നൽകി. ബൗമ തുടക്കത്തിൽ നൽകിയ ക്യാച്ച് സ്മിത്ത് എടുത്തിരുന്നെങ്കിൽ ഫലം ഒരുപക്ഷെ മറിച്ചാകുമായിരുന്നു. ഏതായാലും മൈറ്റി ഓസീസിന് സമീപകാലത്ത് കിട്ടിയ വലിയ പ്രഹരങ്ങളിൽ ഒന്നാണ് ഈ തോൽവി. വിജയത്തിൻ്റെ ക്രെഡിറ്റ് സൗത്ത് ആഫ്രിക്ക ബോളേഴ്സിനും കൂടി അവകാശപ്പെട്ടതാണ്. റബാദയും എങ്കിഡിയും ഒരുപോലെ രണ്ടാം ഇന്നിംഗ്സിൽ തിളങ്ങിയത് സൗത്ത് ആഫ്രിക്കയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. റബാദ 2 ഇന്നിംഗ്സിലുമായി 9 വിക്കറ്റുകൾ വീഴ്ത്തി. തൻ്റെ ക്ലാസ് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ബൗമ എന്ന പ്ലെയർ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ്. ഇനി അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടും എന്ന് ഉറപ്പാണ്. എക്കാലത്തെയും അവരുടെ സ്വപ്നമായ ICC കിരീടം ആ മനുഷ്യൻ തൻ്റെ പരിക്കിനെ പോലും വകവയ്ക്കാതെ ധീരമായി പൊരുതി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ICC കിരീട ശവം ഇതോടെ സൗത്ത് ആഫ്രിക്കയെ വിട്ടൊഴിഞ്ഞു എന്ന് നമുക്ക് കരുതാം. 59 റൺസും 5 വിക്കറ്റും നേടി സ്റ്റാർക്ക് ഓസീസിനായി പൊരുതിയെങ്കിലും വിഫലമായി. രണ്ടാം ഇന്നിംഗ്സിൽ കമ്മിൻസും ഫോം ഔട്ടായതോടെ ഓസീസിൻ്റെ പിടിയഴിഞ്ഞു. ഇനി ടെസ്റ്റ് ക്രിക്കറ്റ് ദക്ഷിണാഫ്രിക്ക ഭരിക്കട്ടെ.